ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന മാസ്റ്റർ ക്ലാസ് നടത്താനാണ് എൻ്റെ ഇപ്പോൾ ഒരു ഉദ്ദേശം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ബേസിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് എന്തൊക്കെയാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വിചാരിക്കും ട്രേഡ് ചെയ്യാൻ ഇപ്പോൾ ഒരു എക്സ്ചേഞ്ച് വേണം, അതൊന്നും നല്ല കാര്യം. ഓക്കെ, ട്രേഡ് ചെയ്യാൻ ബേസിക്കായിട്ട് എൻ്റെ ഒരു അറിവിൽ ഞാൻ ഉപയോഗിക്കാറുള്ളൂ മെയിനായിട്ട് 3 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാനുണ്ട്. സാധാരണ നിങ്ങളെല്ലാവരും ചെയ്യുന്നതിന് ഓപ്പോസിറ്റായിട്ട്. ഫസ്റ്റ്, നിങ്ങൾക്കൊരു ജേണൽ സിസ്റ്റം വേണം. അതിനുള്ളൊരു ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഫ്രീ ജേണൽസാണ്. പിന്നെ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ടൂള് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കോപ്പി ഉണ്ടാക്കുക. ഡോക്സിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഡോക്സിൽ അതിൻ്റെ കോപ്പി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ സെക്കൻഡ് പറയാനുള്ളത് ബിറ്റ്കോയിൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസാണ് ഞാനിനി നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എവിടെ ട്രേഡ് ചെയ്യുന്നു എന്നാണ്. ഓക്കെ, ബൈനാൻസിൽ ട്രേഡ് ചെയ്താൽ നടക്കില്ല. ഓക്കെ, ബേസിക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബൈബിറ്റിൽ തന്നെ ട്രേഡ് ചെയ്ത് പഠിക്കുക. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ബൈബിറ്റിലാണ് നമ്മുടെ ലെവൽസൊക്കെ വർക്ക് ചെയ്യുള്ളൂ. കാര്യം ഇത് ഡിറൈവ് ചെയ്ത എക്സ്ചേഞ്ച് തന്നെ ബൈബിറ്റാണ്. ബൈബിറ്റ് കുറേ മാർക്കറ്റ് മേക്കേഴ്സാണ് ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ലെവൽ ടു ലെവൽ ട്രേഡേഴ്സിൽ ഏറ്റവും ബെസ്റ്റ് നിൽക്കുന്ന ചാർട്ട് ചാമ്പ്യൻസ് ഒക്കെയാണ്. അപ്പോൾ ചാർട്ട് ചാമ്പ്യൻസ് ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. അവർ ബൈബിറ്റിൻ്റെ ഒഫീഷ്യൽ അവരുടെ ടോപ്പ് നിൽക്കുന്ന എല്ലാ കോമ്പറ്റീഷനിലും ബൈബിറ്റ് നടത്തുന്ന എല്ലാത്തിലും അവരുടെ ഒഫീഷ്യൽ അഫിലിയേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലെവൽ ടു ലെവൽ ട്രേഡിംഗ് സിസ്റ്റം നിങ്ങൾ ബൈബിറ്റ് മാത്രം നോക്കിയാൽ മതി. ബൈനാൻസിൽ നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ലെവൽസിന് മുമ്പ് റിട്ടേൺ അടിച്ച് പോകുന്നതാണ്, ഫ്രണ്ട് റൺ ചെയ്യും. ഓക്കെ, അതെപ്പോഴും ഞാൻ കാണാറില്ല. ഞാൻ ആദ്യം ലെവൽ വരയ്ക്കുമ്പോൾ ബൈനാൻസിൽ വരച്ചായിരുന്നു നമ്മളെല്ലാവരും തുടങ്ങുക. പക്ഷെ അത് അത് ജസ്റ്റ് എക്സ്പീരിയൻസ് തമ്മിലുള്ള വ്യത്യാസമാണ്. നിങ്ങൾ മെല്ലെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാവും ബൈബിറ്റിലാണല്ലോ ലെവൽസ് വരയ്ക്കുമ്പോൾ കറക്റ്റായി വരുന്നുണ്ട്. നമ്മളെല്ലാവരും ആദ്യം ബൈനാൻസിൽ ലെവൽസ് വരച്ചിട്ട് ഇതൊന്നും നടപടിയാവില്ല, വിട്ടിട്ട് പോകും. പക്ഷേ അതേസമയം ബൈബിറ്റ് വന്ന് വരച്ച് നോക്ക്, നമുക്ക് നല്ലൊരു അക്യുറസി കിട്ടും. ഓക്കെ, ഇവിടെ തന്നെ കാണാം വീക്ക്ലി ലെവൽ എന്നുള്ള റിയാക്ഷൻസ്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ബൈബിറ്റ് തന്നെ ട്രേഡ് ചെയ്യാൻ നല്ലത് ബിറ്റ്കോയിൻ. ഓക്കെ, ബിറ്റ്കോയിൻ്റെ കേസിൽ മാത്രം. ബിറ്റ്കോയിനിൽ ഏറ്റവും കൂടുതൽ വോളിയുള്ള ബൈബിറ്റ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഓൾട്ടിലൊന്നും അധികം ഇല്ലെങ്കിലും ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്യാൻ നിങ്ങളെപ്പോഴും ബൈബിറ്റ് തന്നെ നോക്കുക. ഓക്കെ, അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം. അല്ലാണ്ട് വേറെ എവിടെ ട്രേഡ് ചെയ്താലും ചിലപ്പോൾ ബൈനാൻസിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ലിക്വിഡിറ്റി റൺസൊക്കെ ഒരുപാടായി വരാറുണ്ട്. പിന്നെ ബൈബിറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. സ്റ്റോപ്പ് ഇൻഡെക്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോട്ടിൻ്റെ പ്രൈസ് അനുസരിച്ച് സ്റ്റോപ്പ് ലോസ് വെക്കാം ഫ്യൂച്ചേഴ്സിൽ. അതാണ് സ്റ്റോപ്പ് ഇൻഡെക്സ്. അങ്ങനെ സ്പെഷ്യൽ അഡീഷണൽ ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇത് ബൈബിറ്റിൻ്റെ റെഫറലിന് വേണ്ടി പറയുന്നതല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ബൈനാൻസ് മാർക്കറ്റിൻ്റെ വോളിയം കൂട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് അവരുടെ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സിന് ഫണ്ട് കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഫണ്ട് കളക്ഷന് വേണ്ടി നോക്കും. അതേസമയം ഇവിടെ ബൈബിറ്റ് ആണെങ്കിൽ യൂസറിൻ്റെ എക്സ്പീരിയൻസാണ് നോക്കും, യൂസറിൻ്റെ ഇൻ്റർഫേസ് അവർക്ക് എങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാമെന്നാണ് ബൈബിറ്റ് നോക്കുന്നത്. ഓക്കെ, അതാണ് ബൈബിറ്റും ബൈനാൻസും തമ്മിലുള്ള വ്യത്യാസം. ബൈബിറ്റിൻ്റെ അഫിലിയേറ്റഡ് ഒന്നുമല്ല എന്നാലും ഞാൻ പറയുകയാണ്. ഓക്കെ, ജസ്റ്റ് ലെവൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ബൈബിറ്റ് മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ അല്ലാണ്ട് വേറെ വല്ല ട്രേഡ് സിസ്റ്റം ആണെങ്കിൽ ബൈനാൻസ് യൂസ് ചെയ്യാം, എനിക്കറിയില്ല. പക്ഷേ ഞാൻ കണ്ടതിൽ വെച്ച് എൻ്റെ എക്സ്പീരിയൻസിലാണെങ്കിലും കൂടുതൽ സ്റ്റോപ്പ് ഫണ്ടിങ് കുറവുള്ളത് ബൈബിറ്റിലാണ്. അതുമാത്രമല്ല നിങ്ങൾ മെല്ലെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ വ്യത്യാസം അറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ വീക്ക്ലി ലെവൽ ഞാൻ വരച്ചിരിക്കുന്നത് ബൈനാൻസിൽ കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് പ്രൈസ് അതിന് എത്തുന്നതിന് മുമ്പ് റിയാക്ട് ചെയ്ത് പോകും. ഓക്കെ, പ്രൈസ് അത് എത്തുന്നതിന് മുമ്പ് ബൗൺസ് ചെയ്തു പോകും. അപ്പോൾ നമുക്ക് എന്താ അവിടെ പ്രശ്നം നമുക്ക് മനസ്സിലാവില്ല. അതേസമയം നമ്മൾ ബൈബിറ്റിൽ വരച്ചാൽ കറക്റ്റ് അവിടെ നിന്നായിരിക്കും പ്രൈസ് ബൗൺസ് ചെയ്യുക. അപ്പോൾ ബൈബിറ്റും ബൈനാൻസും പോകുമ്പോൾ ചെറിയൊരു ലാഗോ അങ്ങനെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൈബിറ്റ് യൂസ് ചെയ്യാൻ പറയുന്നത്. പിന്നെ റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റ്. ഓക്കെ, ഇതാണ് റിസ്ക് മാനേജ്മെൻറ്റ്. ജസ്റ്റ് ഒരു ഡോക്യുമെൻ്റാണ്. ഇത് നമ്മൾ കാൽക്കുലേറ്റർ പോലെ ഉപയോഗിക്കാം. അപ്പോൾ അവിടെ നമ്മുടെ അക്കൗണ്ട് സൈസ്, ടോട്ടൽ എക്വിറ്റി സൈസ് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് റിസ്ക് എമൗണ്ട്. ഓരോ ട്രേഡിലും എത്ര പെർസെൻറ്റേജാണ് നമുക്ക് പോയാലും കുഴപ്പമില്ല. അതായത് പോയാലും കുഴപ്പമില്ല വെച്ചാൽ ഒരു ട്രേഡ് എടുത്ത് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ നമ്മുടെ $100 ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം $1 വരെ പോയാൽ നമുക്കൊരു കൂസലും ഉണ്ടാവില്ല. ഓക്കെ, അതുതന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പെർ ട്രേഡ് റിസ്ക്. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് അടിച്ച് കഴിഞ്ഞാൽ താഴെ പെർ ട്രേഡ് റിസ്ക് ഓട്ടോമാറ്റിക്കായി വന്നോളും. പിന്നെ എൻട്രി, നമ്മൾ ഏത് ട്രേഡ് എടുക്കാൻ പോകുന്ന എൻട്രി എസ്സിൽ ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിസൾട്ട് ടി പി അടിച്ച് എത്ര പെർസെൻറ്റേജ്, എസ് എൽ അടിച്ച് എത്ര പെർസെൻറ്റേജ് വന്ന് കിട്ടും. അതിൻ്റെ റിസ്ക് റിവാർഡാണ് 2.30. ഇത് കഴിഞ്ഞൊരു ട്രേഡിൻ്റെ കണ്ടാണ് ഞാൻ വെറുതെ ജസ്റ്റ് ഒരു ഇതിനിട്ടാണ്. അപ്പോൾ ജയിച്ചാൽ നിങ്ങൾക്ക് അതായത് ട്രേഡ് ടി പി അടിച്ചാൽ ഇത്ര കിട്ടും, ട്രേഡ് ലോസായ എത്ര കിട്ടും. അപ്പോൾ ഇതിൽ ലോസിന് ഹാപ്പിയായ എമൗണ്ട് വെച്ച് മാത്രം നോക്കുക. അപ്പോൾ റിസ്ക് കുറയ്ക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ സൈക്കോളജി. അതാണ് അതിൻ്റെ മെയിനായിട്ട്. പിന്നെ നെക്സ്റ്റ് വെച്ചാൽ ഈ ട്രേഡ് ട്രാക്കർ എന്ന് പറഞ്ഞ സാധനമാണ്.
ഇത് ഫ്രീ ആയിട്ടൊരു ജേണലാണ്. അതായത് നിങ്ങളുടെ API ഒന്ന് ലിങ്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾ മാനുവലായിട്ട് കൊടുത്താൽ മതി. കാര്യമായിട്ടൊന്നുമില്ല. റിസ്ക് റിവാർഡ് നിങ്ങളുടെ പീരിയോഡിക് ഗോൾസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നൈസാണ്. അതായത് ഒരു മാസത്തിൽ നിങ്ങൾ കോമ്പൗണ്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഓരോ പെർസെൻറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ കിട്ടുന്ന ഒരു സാധനമാണത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ടുകളൊക്കെ ആഡ് ചെയ്യാം. ഇത് ഫ്രീ ആണ്, അതാണ് ഏറ്റവും വലിയ മെച്ചം. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് QM പാറ്റേൺസ്, ട്രേഡിംഗ്, കുറച്ചും കൂടി ട്രേഡിംഗ് പാറ്റേൺസ്, ഡെയിലി വീക്ക്ലി ലെവൽസ് എങ്ങനെ വരയ്ക്കാം, SFP സ്വിംഗ് ഫെയിലിയർ പാറ്റേൺസ്, സ്ട്രോങ് ഹൈ കീ ലെവൽസ്, ഇവയൊക്കെ എങ്ങനെ നോക്കാമെന്നാണ്. ഓക്കെ, എൻ്റെ റെഫറൽ ലിങ്ക്, ബൈബിറ്റ് റെഫറൽ ലിങ്ക് താഴെയുണ്ട്. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ താഴത്തെ റെഫറൽ ലിങ്ക് വെച്ച് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീസ് ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ അതാണ് ഇത്രയൊക്കെ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോക്ക് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഗൈസ്.